ഞാൻ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാൻ എനിക്ക് അത്ര ഒരു ദൂരത്തേക്കൊന്നും പോകേണ്ടി വന്നില്ല. ബാഗ്സ് ചെയ്യുമോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പം ഞാനപ്പോൾ അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ബാഗ് ചെയ്യാം. ബട്ട് എങ്കിൽ കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സാലറിയോ അങ്ങനെയൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു ലവ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മളെ ഹേർട്ട് ചെയ്തിട്ട് പോയ ഒരുപാട് ആളുകളുണ്ട്. ഹായ്, ദിസ് ഇസ് മീ ഹിത. എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഹിതയല്ലേ എന്നാണ്. ആക്ച്വലി ഹിത എന്നുള്ളത് എൻ്റെ ഷൂ ലോണ്ട്രിയുടെ പേരാണ്. ഞാനിവിടെ കൊച്ചിയിൽ ഹിത അത് ഷൂ ഷാനി എന്നുള്ള ഷൂ ലോണ്ട്രി ബിസിനസ്സാണ് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ പേര് കൃഷ്ണ എന്നാണ്. ഞാൻ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാൻ എനിക്ക് അത്ര ഒരു ദൂരത്തേക്കൊന്നും പോകേണ്ടി വന്നില്ല. എനിക്ക് ഒത്തിരി ഷൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര കൺസേൺഡ് ആണ് ആക്ച്വലി ഷൂസ് എപ്പോഴും നീറ്റായിട്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ഷൂ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഭയങ്കര കെയർ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഒരാളെ കൊണ്ട് പോലും തൊടിക്കാതെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഷൂസ് ഒരു ദിവസം ഫുള്ളി ഡേർട്ടായപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചു എവിടെയെങ്കിലും ഷൂ ലോണ്ട്രി ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ എവിടെയും ഷൂ ലോണ്ട്രി ഇല്ല. ലൈക്ക് ഡ്രൈ ക്ലീനിങ് ചെയ്യുന്ന ആളുകളുടെ ഒപ്പം തന്നെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും അവർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ലൈക്ക് 450 ഒക്കെ നമുക്കൊരു പക്ഷേ ഒരു സാധാരണക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഷൂ ലോണ്ട്രി ആയിട്ട് എവിടെയും ഇല്ല. ഇവിടെ കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എനിക്കത് ഷൂ ലോണ്ട്രി തന്നെ തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു പക്ഷേ നമുക്കതൊരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഞാനൊരിക്കലും ഒരു ഓൺട്രപ്രണർ ആവുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളല്ല. ഒരിക്കലും ഒരു ബിസിനസ് ചെയ്യുമെന്ന് എൻ്റെ തലയ്ക്കകത്ത് പോലും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് പഠിച്ചത്. പക്ഷേ പാഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി ആയിരുന്നു. ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചതിന് ശേഷമാണ് ഈ കൂടെ ഞാൻ ഡ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തിരുന്നു. ബട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നു, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്തിരുന്നു. ബട്ട് എങ്കിൽ കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സാലറിയോ അങ്ങനെയൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. ഈവൻ തോ ഞാൻ മുന്നേ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണെങ്കിൽ പോലും നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള അത്ര സാലറിയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു തോട്ടിലാണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്താൽ നല്ലതായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ പാർട്ട്ണറെ കണ്ടുമുട്ടുന്നതും ഈ ബിസിനസ് ഐഡിയനെ കുറിച്ച് സംസാരിക്കുന്നതും. ഇത് തുടങ്ങുമ്പോൾ ഒരു വിജയമാവും എന്നുള്ളത് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർക്കൊന്നും ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. കാരണം ഈവൻ തോ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ പാർട്ട്ണർ ആണെങ്കിൽ കൂടെ എന്നോട് പറഞ്ഞിരുന്നത് നമ്മൾ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ ആളുകൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ ഷൂ കൊണ്ടുവന്ന് തരും, ആളുകളുടെ എക്സ്പെൻസീവ് ഷൂസാണ് അവരൊക്കെ എങ്ങനെ കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആക്ച്വലി എൻ്റെ തന്നെ കോൺഫിഡൻസ് ആയിരുന്നു കൊണ്ടുതരും, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ മാത്രം ഒരു കോൺഫിഡൻസിൻ്റെ ഫലമായിരുന്നു. എനിക്ക് പല രീതിയിലുള്ള സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെഷീൻസ് ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, പിന്നെ നമുക്ക് ആളുകളെ ഒരു സ്റ്റാഫിനെ കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. ഈവൻ തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നു എന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ട് പോലും അവർ പല സമയങ്ങളിലും ഒരു വിട്ടുപോവുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെ മറികടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ട്രെങ്ത് തന്നെയാണ്. ഈവൻ ഓരോന്ന് കഴിയുമ്പോഴും എനിക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. അത് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഞാൻ സത്യത്തിൽ നമ്മളെ ഷൂ ലോണ്ട്രിയുടെ പേര് തന്നെ ഹിത ദ ഷൂ ഷൈനി എന്നാണ്. ഹിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സ് എപ്പോഴും നമ്മളെ ഒരു ഷോപ്പിനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഒരു ബിസിനസ്സിനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പ്രീമിയം ഷൂസ് അല്ലെങ്കിൽ നോർമൽ ഷൂസ് അങ്ങനെ ഒരു വേർതിരിവില്ല. എങ്കിൽ കൂടിയും ഞാൻ എല്ലാ ഷൂസും നല്ല ഹാൻഡിൽ വിത്ത് കെയർ ആയിട്ട് തന്നെയാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. സോ ഈവൻ ജോർഡൻ ആണെങ്കിലും ഒണിറ്റ്സുക്കി ആണെങ്കിലും A6 വാട്ട് എവർ, അപ്പം നമ്മളെല്ലാവരും ആ ഒരു കെയർ എപ്പോഴും നമ്മൾ ഷൂവിന് കൊടുക്കുന്നതാണ്. ഞാൻ മെയിനായിട്ട് കുട്ടികളുടെ ഹൈജീനിൽ ഞാൻ ഒത്തിരി കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് അത്രയും മൈൽഡാക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ ഷൂസ് എന്ന് പറയുന്നത് നമ്മൾ കാല് സ്വെറ്റാകുമ്പോൾ തന്നെ നമ്മളെ ഷൂസിൻ്റെ ഔട്ടറിലുള്ള ആ മെറ്റീരിയൽ എന്താണോ ഉള്ളത് അത് നമ്മൾ സ്വെറ്റ് ആകുമ്പോൾ നമ്മളെ കാലിലേക്കും കൂടെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പം റാഷസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സൊല്യൂഷൻ മൈൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഒരു രീതിയിലുള്ള ഹാംഫുൾ ഉണ്ടാക്കാത്തൊരു സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലോഗ്സിൻ്റെ കാര്യം വരുമ്പോൾ ബേബീസിന് മോസ്റ്റ്ലി ഞാൻ ക്ലോഗ്സ് ഒന്നും ഞാൻ പ്രിഫർ ചെയ്യാറില്ല. കാരണം കുട്ടികളുടെ ബോൺ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് ഒക്കെ ഉറയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ക്ലോഗ്സ് വാങ്ങിച്ചു കൊടുക്കരുതെന്നാണ് ഞാൻ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്.
സെലിബ്രിറ്റീസിൻ്റെ ഷൂസൊക്കെ വരുന്നുണ്ട്. കൂടുതലും എന്താ പറയുക, സെലിബ്രിറ്റീസ് ബാഗ്സും അയക്കാറുണ്ട്. കാരണം അവർ കുറച്ച് പ്രീമിയം ബാഗ്സ് ഉണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ബാഗ്സും ചെയ്യുന്നുണ്ടോ? അപ്പം നമ്മൾ ബാഗ്സ് ഈ പ്രീമിയം ടൈപ്പ് ഓഫ് ബാഗ്സൊക്കെ, കാരണം ലെതറാണ്. ഞാനപ്പോൾ ലെതേഴ്സ് നമ്മൾ ഓൾറെഡി നല്ല സൊല്യൂഷൻ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കിയിരുന്നു ബാഗ്സിലും കൂടെ. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും വേണ്ടത് ബാഗ്സ് ചെയ്യുമോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പം ഞാനപ്പോൾ അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ബാഗ് ചെയ്യാം. അങ്ങനെ ഇപ്പം ഷൂസിൻ്റെ ഒപ്പം തന്നെ ബാഗ്സും നമുക്ക് സെലിബ്രിറ്റീസ് തരുന്നുണ്ട്. ആക്ച്വലി ലോണ്ടറിങ് മാത്രമല്ല, നമ്മൾ ഷൂസിന് റിപ്പയറിങ്, ചെറിയ രീതിയിലുള്ള റിപ്പയറിങ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സ്റ്റിച്ചിങ്, പിന്നെ ഗ്ലൂയിങ് ഒക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പോളിഷിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പം പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടെയും എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാനപ്പോൾ ഓൾറെഡി അവരെ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു എന്താ ചോദിച്ചു, ബിസിനസ് എന്താണ്? ഞാൻ ഷൂ ലോണ്ടറിയാന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താണ് ഷൂ ലോണ്ടറി? ഞാൻ പറഞ്ഞു ഷൂ ക്ലീനിങ് സർവീസാണ്. ലൈക്ക് നമ്മളിവിടെ എവിടെയും ഇല്ലാത്തൊരു സംരംഭമാണെന്ന് നമുക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാനും കുറച്ച് സമയമെടുത്തു. എങ്കിൽ കൂടെയും എന്താ പറയുക, ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ബെസ്റ്റ് വിഷ് ഉണ്ടല്ലോ, ഒരു ഓൾ ദ ബെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നന്നായി വരട്ടെയെന്നോ അങ്ങനെ ഒരു വാക്ക് പോലും സത്യത്തിൽ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടെയും എൻ്റെ ഒരു കോൺഫിഡൻസിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ധൈര്യത്തിലും കൂടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതും ആളുകളിലേക്ക് എത്തിയതും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം ന്യൂസ് പേപ്പർ കട്ടിങ്സ് കണ്ടിട്ടാണെങ്കിലും ഓരോ ക്ലിപ്സൊക്കെ കണ്ടിട്ടാണെങ്കിലും എന്നെ അവർ വിളിക്കുന്നുണ്ട്. ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു ലവ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈവൻ ദോ ദേ ആർ മൈ പാരൻസ്, ഒരു ഫീല് എനിക്കില്ല. കാരണം അന്ന് അവരെന്നെ സപ്പോർട്ട് ചെയ്യേണ്ട അടുത്ത് ഒരു രീതിയിലും എനിക്കൊരു മെൻ്റൽ സപ്പോർട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫീൽ ഇല്ല. ഇപ്പോൾ ഫ്രാഞ്ചൈസി ചോദിച്ച് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ കുറച്ച് ഒന്ന് ആളുകളിലേക്ക് എത്തി തുടങ്ങിയപ്പോഴേ എന്നോട് ചോദിച്ചിരുന്നു ഫ്രാഞ്ചൈസി. പക്ഷെ എൻ്റെ ഒരു കൺസേൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കുറച്ചെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവണം, എന്നിട്ട് മാത്രമാണ് ഫ്രാഞ്ചൈസി കൊടുക്കുന്നുള്ളൂ എന്നായിരുന്നു. ഇനിയിപ്പോൾ റീസെൻ്റ്ലി ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് കാലിക്കട്ടും പൈപ്പിനിലൊക്കെ പുതിയ നമ്മുടെ ഫ്രാഞ്ചൈസി വരുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് വിളിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഞാനത് പയ്യെ അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം UAE എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ആളുകൾ. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ ഇതുപോലെ. ഞാൻ ബിസിനസ്സിലോട്ട് ആക്ച്വലി ഇറങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് തീരെ സമയമില്ല എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു 9 to 5 ജോബ് ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്നൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് നിഷാദ്, ആളുടെ വൈഫ് നീലു, അത് ഇവർ രണ്ടുപേരും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം നീലു ആക്ച്വലി ലൈഫ് കൊണ്ടുപോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഈവൻ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, കുട്ടികൾ, ബേക്കിംഗ്, ഹോം ബേക്കറാണ് ആൾ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ടൈം മാനേജ് ചെയ്ത് ഇപ്പം എന്താ പറയുക ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കും ആ കുട്ടീനെക്കാട്ടിലും സമയം എനിക്ക് കിട്ടുന്നുണ്ട്. സോ ഐ ക്യാൻ ഡൂ മോർ ദാൻ ദാറ്റ് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം നീലു തന്നെയാണ് സത്യത്തിൽ എനിക്കൊരു മോട്ടിവേഷൻ തന്നിട്ടുള്ളത്. അൾട്ടിമേറ്റ്ലി നമുക്കൊരു ഡ്രീം ഉണ്ടാവണം. എല്ലാവർക്കും എന്താ പറയുക, ഒരു ഡ്രീം ഉണ്ടെങ്കിലാണ് നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ കൂടെ ഈവൻ തോ ആരും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒരാൾ മതി, അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടി ഒരാളുണ്ടാവും. നമ്മളിപ്പോൾ ആരും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടി കത്തുന്ന ഒരു മെഴുതിരി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഒരാൾ ഉണ്ടെങ്കിൽ ആ ആളുടെ കൈ പിടിച്ച് എത്ര ഹൈറ്റിൽ നമുക്ക് കയറാൻ പറ്റുമോ അത്രയും ഹൈറ്റിൽ കയറണം എന്നാണ്. ഈവൻ തോ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമ്മൾ അതിനുള്ള സ്ട്രെങ്ത്ത് എന്താ പറയുക നമ്മൾ തന്നെയായിട്ട് കൈവരിക്കണം. കാരണം ആരെങ്കിലും നമ്മുടെ ലൈഫിൽ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നാൽ കൂടെ ജെന്യുവൻ ആണോ എന്നുള്ളത് നമ്മൾ എന്താ പറയുക ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈവൻ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എന്നെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നിട്ട് എന്താ പറയുക ലൈക്ക് നമ്മളെ ഹേർട്ട് ചെയ്തിട്ട് പോയ ഒരുപാട് ആളുകളുണ്ട്. ഈവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും. നമ്മൾക്ക് ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടായാൽ കൂടെ ബി പ്രാക്ടിക്കൽ. ഇപ്പം ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല, നമ്മൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് മുമ്പിലുള്ളത്, അല്ലെങ്കിൽ ഇനി വരുന്ന ബിസിനസ് നമ്മൾ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മളത് മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി വരുന്ന എല്ലാ വുമൻസിനും ഒരു നല്ലൊരു സ്ട്രെങ്ത് ആവട്ടെ ഞാൻ എന്നും കൂടെ എന്താ പറയുക ഓർമ്മിപ്പിക്കുകയാണ്. സോ ഹാപ്പി വുമൻസ് ഡേ.